മാവൂർ ഗോളി റയോൺസ് കമ്പനിയുടെ ഗേറ്റാണിത്. എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ മാവൂർ ഗോളി റയോൺസ് കമ്പനിയുടെ ക്വാർട്ടേഴ്സിൽ താമസത്തിന് വരുന്നത്. എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളയ്ക്കും അവിടെയായിരുന്നു ജോലി. അന്ന് ആങ്ങളയ്ക്ക് ജോലിയില്ലായിരുന്നു. ആങ്ങളെ അന്ന് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും ഇവിടേക്ക് വരുന്നത്. അച്ഛൻ അതിനു മുൻപേ വന്ന് വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഞങ്ങളെ അന്നാണ് കൊണ്ടുവരുന്നത്. 1965 ഞങ്ങളെ അച്ഛൻ മാവൂരിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ഒരു കുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നാടിൻ്റെ ആ ഭംഗിയും അതേപോലെ തന്നെ ടൗണ് ഇതെല്ലാം എന്ത് നല്ല വലിയ വലിയ കെട്ടിടങ്ങളായിരുന്നു. ഇതെല്ലാം ക്വാർട്ടേഴ്സുകളായിരുന്നു. അതേപോലെ കമ്പനി നേരം 6 മണിയാകുമ്പം കമ്പനിയിൽ നിന്ന് സൈറനടിക്കും. ഈ സൈറനാകുമ്പോഴത്തേക്കും 14,000 തൊഴിലാളികളുണ്ട്. ഇവരെല്ലാവരും ഓരോ ഷിഫ്റ്റ് അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത്. 6 മണിക്ക് 7 മണിക്ക് ഒരു ഷിഫ്റ്റിന് ആൾക്കാർ കയറും. അവർ 3 മണിക്ക് ഇറങ്ങും. 3 മണിക്ക് കയറുന്നവർ രാത്രി 11 മണിക്ക് ഇറങ്ങും. രാത്രി 11 മണിക്ക് കയറുന്നവർ രാവിലെ 7 മണിക്ക് ഇറങ്ങും. ഇതായിരുന്നു കമ്പനിയുടെ സിസ്റ്റം. ഇതായിരുന്നു ഷിഫ്റ്റ്. അങ്ങനെ ഈ കമ്പനി ഭയങ്കര നല്ല സൗകര്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലം ഞങ്ങൾ ഈ നാട്ടിൽ വരുന്നത്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന എനിക്ക് ഈ നാട് ഭയങ്കര അതിശയമായിരുന്നു. കാരണം ടൗണാണ്, എല്ലാം ഭയങ്കര സൗകര്യങ്ങളോട് കൂടിയ സ്ഥലങ്ങൾ. ഇതൊക്കെ കണ്ട് ഏതോ സ്വർഗ്ഗലോകത്തെത്തിയ ഒരു സന്തോഷമായിരുന്നു അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അതേപോലെ തന്നെ കമ്പനി സ്കൂള്, കമ്പനി ഹോസ്പിറ്റല്, അതേപോലെ കമ്പനി അമ്പലം, കമ്പനി പള്ളി, എല്ലാ സൗകര്യങ്ങളും കമ്പനിക്കാർ ഒരുക്കിയിരുന്നു. അതേ തൊഴിലാളികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു. ഇതെല്ലാം തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നൊക്കെ ഇത് കാണുമ്പോൾ ഇന്ന് കാട് കയറി നശിച്ച് കിടക്കുകയാണ്. എത്രയോ ഏക്കർ സ്ഥലങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. ആരും കാണാനും നോക്കാനും ഇല്ലാത്ത രീതിയിൽ കിടക്കുന്നത്. കാരണം തൊഴിലാളി സമരം കൊണ്ട് മാത്രം പൂട്ടിപ്പോയൊരു കമ്പനിയാണ്. തൊഴിലാളി സമരം എന്ന് പറയുന്നത് ഇതിൽ മുതലെടുപ്പ് മുഴുവൻ നടത്തിയത് തൊഴിലാളി നേതാക്കന്മാരാണ്. നേതാക്കന്മാരുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോ രാഷ്ട്രീയക്കാർ വരും, അവർ സമരം നടത്തും. അവരുടെ സമരം ഒത്തുതീർപ്പാക്കി കമ്പനി തുറക്കും. ഉടനെ തുടങ്ങും മറ്റുള്ളവർ സമരം. സമരം മാത്രം കണ്ടാണ് ഞങ്ങൾ അവിടെ വളർന്നു വന്നിരുന്നത്. എന്നും സമരം. കമ്പനി സ്റ്റോറുണ്ട്, സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടും. കമ്പനി സ്റ്റോറിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പച്ചക്കറികളെല്ലാം ആ കമ്പനി സ്റ്റോറിൽ നിന്നാണ് കാണുന്നത്. അതേപോലെ ടി വി വാങ്ങുന്നത് അതൊക്കെ കമ്പനി സ്റ്റോറിൽ നിന്ന്. ടി വി ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. അങ്ങനെയുള്ളൊരു അതുപോലെ ഫ്രൂട്ട്സുകൾ, എന്തെല്ലാം സൈസ് ഫ്രൂട്ട്സുകളുണ്ടെന്ന് അന്നാണ് അറിയുന്നത്. അതുപോലെ പച്ചക്കറികൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ മുള്ളങ്കി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ആഡിഷ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം കാണുന്നത്. കാരണം ഇവിടെ കൂടുതൽ ഹിന്ദിക്കാരായിരുന്നു ജോലിക്കാർ. മെയിൻ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഹിന്ദിക്കാരായിരുന്നു. ഈ കമ്പനിയുടെ ഏറ്റവും പൾപ്പ് കണ്ടുപിടിച്ചത് ഗോകുൽ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അയാളായിരുന്നു ഇത് കണ്ടുപിടിച്ചിരുന്നത്. അതുപോലെ ഇവിടുത്തെ മാനേജർ സാബു, അതേപോലെ പൾപ്പും ഫൈബറും ഉണ്ടായിരുന്നു. ഫൈബറിലെ മാനേജർ സേതു മാധവൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഇതൊക്കെയായിരുന്നു. ഇനി ഈ കമ്പനിയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ എൻ്റെ മൂത്ത സഹോദരൻ PK സുഗതൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഗൗരവമായിട്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ എനിക്ക് ഇതുപോലൊരെണ്ണം ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, യൂട്യൂബിൽ കൂടെ തന്നെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കണമെന്ന് തോന്നിയതിൻ്റെ പേരിൽ ആണ് എനിക്കിതിനെ ആധികാരികമായി സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുതിർന്ന സഹോദരൻ ഇത് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് കേൾക്കാം. എനിക്ക് ഇത്രയൊക്കെ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. ഇങ്ങനെ നശിച്ചു പോയൊരു കമ്പനി, ജനങ്ങൾ നശിപ്പിച്ച് കളഞ്ഞൊരു കമ്പനി എന്ന് വേണം ശരിക്കും പറയാൻ. അല്ലെങ്കിൽ ഇന്ന് ജനങ്ങളൊക്കെ ഇതുപോലെ ശമ്പളം വാങ്ങി കേരളത്തിൽ എന്ത് കമ്പനി തുടങ്ങിയാലും ഇതുപോലെ നശിപ്പിക്കുന്നത് നമ്മളെപ്പോലുള്ള മറ്റുള്ളവരാണ്. അത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇതിനകത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് കയ്യാങ്കളി കാണിച്ചത് കൊണ്ടാണ് ആ കമ്പനി പൂട്ടിപ്പോയത്. ഇന്ന് ഈ കമ്പനി ഇവിടെ നിലവിലില്ല. കമ്പനിയുടെ മെഷീനറീസൊക്കെ അവരോടൊന്ന് പൊളിച്ചു കൊണ്ടുപോയി. പിന്നെ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കിടക്കുന്ന കാട് പിടിച്ചിപ്പോൾ കുറേ സ്ഥലങ്ങൾ മാത്രം ഇവിടെ കിടക്കുകയാണ്.
അതാണ് അവിടുത്തെ അവസ്ഥ. ആ ക്വാർട്ടേഴ്സുകളെല്ലാം നശിച്ച് കമ്പനി എല്ലാം പൊളിച്ചു കൊണ്ടുപോയി. കമ്പനിയുടെ മെയിൻ പാർട്സുകളെല്ലാം അവർ പൊളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ കമ്പനിയുടെ കെട്ടിടം പൊളിഞ്ഞ് കിടക്കുന്ന അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. പിന്നെ കമ്പനിയുടെ ഗേറ്റിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല, വലിയ ഗേറ്റിട്ട് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്, അവിടെ ചങ്ങലയിട്ട് പൂട്ടിയിരിക്കുകയാണ്. കമ്പനി അമ്പലം അവിടെയുണ്ട്. കമ്പനിയുടെ മറ്റുള്ളതൊന്നും അവിടെ കണ്ടില്ല. അമ്പലത്തിന് ഒരു പാറാവുകാരനും ഉണ്ട് ഇപ്പോൾ. അവിടെ ഞങ്ങളവിടെ ചെന്നിരുന്നു. ബാച്ചുമാൻ പറഞ്ഞു അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അമ്പലത്തിൻ്റെ അടുത്ത് കയറി തൊഴാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുക്കാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം ഇതെല്ലാം കമ്പനി സ്ഥലങ്ങളാണിത് മുഴുവൻ. എത്ര ഏക്കറുണ്ടെന്നറിയോ, വെറുതെ ഇങ്ങനെ നശിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതുകൊണ്ട് ജനങ്ങൾക്കും ഉപകാരമില്ല, ഗവൺമെൻറ്റിനും ഉപകാരമില്ലാതെ കിടക്കുകയാണ്. മാനേജ്മെൻറ്റ് സ്ഥലമായതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആണ് പുതിയ പാലമൊക്കെ പണിതിട്ടുണ്ട്. അവിടെ ചാലിയാർപ്പുഴയുടെ കുറുകിനുള്ള പാലമാണിത്. ആ പാലത്തിൻ്റെയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ്. ആദ്യം പാലമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഈ പാലം പണിതത്. പാലം പണിതിട്ട് അധികം ആയിട്ടില്ല. ഇപ്പോഴധികം വണ്ടി ഓടുന്നുണ്ട്. ഇപ്പം ഇടവണ്ണപ്പാറയ്ക്ക്, മാവൂരിൽ നിന്ന് ഇടവണ്ണപ്പാറയ്ക്ക് ബസ് പോകുന്നത് ആ റൂട്ടിലാണ്. അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാവൂർ ഗാർഡൻസിലെ ഒരു ജീവനക്കാരനായിരുന്നു ഞാൻ. ആരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിയിരുന്ന ഒരു ഫാക്ടറി. ട്രേഡ് യൂണിയനുടെ ഇടപെടൽ കൊണ്ടാണ് തൊഴിലാളിയുടെ ശമ്പളം ഗണ്യമായി കുറഞ്ഞത്. നിരന്തരമായ സമരങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മാനേജ്മെൻറ്റ് മനഃപൂർവ്വം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഒരു സ്കൂൾ അധ്യാപകന് 80 രൂപ ശമ്പളം കിട്ടുന്ന കാലഘട്ടത്തിൽ ഗാർഡൻ യൂണിവേഴ്സിലെ ജീവനക്കാരന് ഏറ്റവും താണ ശമ്പളം 280 രൂപയായിരുന്നു. ഇത് മനസ്സിലാക്കി പല ഗവൺമെൻറ് അധ്യാപകരും സ്കൂൾ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഈ മാവൂർ ഗാർഡൻ യൂണിവേഴ്സിലേക്ക് തൊഴിലന്വേഷിച്ച് വരികയുണ്ടായി. അവരിൽ പലരും ഈ കമ്പനിയിൽ തന്നെ സ്ഥിരം ജീവനക്കാരാവുകയും പിന്നീട് തങ്ങൾക്ക് പറ്റിയ വിഡ്ഢിത്തത്തെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മാവൂർ ഗാർഡൻ യൂണിവേഴ്സിൻ്റെ പതനം എന്ന് ചോദിച്ചാൽ, തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ എന്തൊക്കെയോ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അവരെ സമരത്തിന് ഇറക്കുകയും സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പട്ടിണി ജാഥ നടത്തുകയും പണം പിരിക്കുകയും ചെയ്ത് നേതാക്കന്മാർ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. മാനേജ്മെൻ്റ് ആകട്ടെ ഫാക്ടറി അടച്ചു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട വേരിയബിൾ DA, വാർഷിക ഇൻക്രിമെൻറ്റ് മുതലായവ കൊടുക്കാതിരിക്കുകയും എപ്പോഴാണോ പണിമുടക്കിയത് ആ പണിമുടക്കിയ മാസത്തെ അവസാനത്തെ ശമ്പളത്തിൽ വീണ്ടും പണിക്കിറങ്ങാൻ നിർബന്ധിതരാകുകയും ചെയ്യും. കാരണം തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരെ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. മാനേജ്മെൻറ്റിന് എന്തൊക്കെയാണ് നഷ്ടം വന്നതെന്ന് ചോദിച്ചാൽ, വ്യവസായം പെട്ടെന്ന് സ്തംഭിപ്പിക്കുന്നതോടുകൂടി സാമ്പത്തികമായി അവർക്ക് വലിയ ബാധ്യത ഉണ്ടാവുകയും യന്ത്രസാമഗ്രികൾ കേടാവുകയും ചെയ്യും. ഈ യന്ത്രസാമഗ്രികൾ കേടായി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം ആര് നൽകണം? ഇതാണ് പിന്നീട് അവരുടെ ആവശ്യം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് 1957 ഈ ഫാക്ടറി ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് ഈ കേരളം ഭരിക്കുന്നത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നേരിട്ട് ഇടപെട്ടാണ് ഈ വ്യവസായം കേരളത്തിലേക്ക് അനുവദിക്കുന്നത്. അതിന് പ്രധാന കാരണം പശ്ചിമഘട്ടത്തിൽ ഇതിനാവശ്യമായ റോ മെറ്റീരിയൽ മുള, യൂക്കാലി, എക്കേഷ്യ, അതുപോലെ തന്നെ വെള്ളപ്പടുമരങ്ങൾ കൃഷി ചെയ്യാമെന്നും ആ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇത് കാലാകാലം പ്രവർത്തിപ്പിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി 30,000 ഹെക്ടർ സ്ഥലം കേരളത്തിൻ്റെതും ഏതാണ്ട് അതിലിരട്ടി സ്ഥലം കർണാടകത്തിൻ്റെതും തമിഴ്നാട്ടിൻ്റെതും ഈ വ്യവസായത്തിന് വേണ്ടി വനഭൂമി വിട്ടുകൊടുത്തു. എന്നാൽ കേരളത്തിൻ്റെ വനഭൂമിയിൽ കയ്യേറ്റ കർഷകരും കുടിയേറ്റ കർഷകരും നിരന്തരം സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഭാഗമായി മാറി മാറി വന്ന സർക്കാരുകൾ ഇവർക്കെല്ലാം പട്ടയം കൊടുക്കുകയും ഈ വനഭൂമിയെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റുകയും ബെർളയ്ക്ക് മരം വെച്ചു പിടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. നിലമ്പൂർ കോകുലകം വക വനഭൂമി ബെർള ഏറ്റെടുത്ത ആ കാലഘട്ടത്തിലാണ് സഖാവ് കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ വൻ സമരങ്ങൾ ഉണ്ടാവുകയും അവിടെ കുടിലുകൾ കെട്ടി സമരങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു.
തുടർന്ന് അവിടെ പട്ടയം കൊടുത്തു. അതുപോലെ കേരളത്തിൽ എല്ലാ വർഷവും മാറി മാറി വരുന്ന സർക്കാരുകൾ പട്ടയം കൊടുത്ത് വനഭൂമിയെല്ലാം കൃഷിഭൂമിയാക്കി. ഈ വനഭൂമിയുടെ വന്യത നിലനിർത്തിക്കൊണ്ട് മുളയും യൂക്കാലിയും കൃഷി ചെയ്യാനുള്ള എഗ്രിമെൻ്റ് സർക്കാർ തന്നെ കാറ്റിൽ പറത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വ്യവസായം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കാമെന്ന് ഗവൺമെൻറ് വാക്ക് നൽകുകയും പിന്നീട് വന്ന സർക്കാരുകൾ ഘട്ടം ഘട്ടമായി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തതാണ് ഈ വ്യവസായം തകരാനുണ്ടായ കാരണം. മറ്റൊന്ന് നിരന്തരമായ തൊഴിൽ സമരങ്ങളാണ്. ഈ തൊഴിൽ സമരങ്ങളൊന്നും തൊഴിലാളികൾക്ക് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം തൊഴിലാളികൾക്ക് 3.5 വർഷത്തെ നിരന്തരമായ സമരം കഴിഞ്ഞ് ഫാക്ടറി തുറക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാകാതിരുന്നപ്പോൾ സഖാവ് മോയിൻ ബാപ്പുവും അതുപോലെ തന്നെ സഖാവ് വാസുവും നിരാഹാരം കിടന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഫാക്ടറി തുറക്കുന്നത്. ആ തുറക്കുന്ന സമയത്ത് ഈ 3.5 വർഷം മുൻപ് നിങ്ങൾ എത്ര രൂപ ശമ്പളത്തിന് ജോലി ചെയ്തുവോ ആ ശമ്പളമേ ഞങ്ങൾ മാറ്റി തരികയുള്ളൂ, മറ്റ് ആനുകൂല്യങ്ങളൊന്നും തരാൻ കഴിയില്ല. മാത്രമല്ല ഞങ്ങൾ അടയ്ക്കാനുള്ള നികുതി കുടിശ്ശിക സർക്കാർ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫാക്ടറി അവസാനം റീ ഓപ്പൺ ചെയ്തത്. വീണ്ടും തുടർന്നും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് ഈ വ്യവസായം കൊണ്ട് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് മാനേജ്മെൻറ്റിന് ബോധ്യം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് റോ മെറ്റീരിയലിൻ്റെ ദൗർലഭ്യം, റോ മെറ്റീരിയൽ കൃഷി ചെയ്യുന്ന സ്ഥലം കൃഷിഭൂമി മുഴുവൻ കൃഷിക്കാർ കയ്യേറിയ സാഹചര്യം, വനഭൂമി നാഷണലൈസ് ചെയ്ത സാഹചര്യം, ഇതെല്ലാം വന്നപ്പോൾ പൊല്യൂഷൻ സമരവും തൊഴിൽ പ്രശ്നങ്ങളും എല്ലാം കൂടി മാനേജ്മെൻറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പൊല്യൂഷൻ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 070 എന്ന പേരിൽ ഒരു യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കേണ്ടായി. അതായത് പൊല്യൂഷൻ 0 പ്രൊഡക്ഷൻ 70 എന്നായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം. എന്നാൽ അത് പ്രവർത്തിപ്പിക്കാൻ ട്രേഡ് യൂണിയനുകൾ ശക്തമായി എതിർക്കുകയും പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല. തുടർന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞ ഒരു വാക്ക്, ഈ വ്യവസായം ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്നത് കൊണ്ട്, ഞങ്ങൾക്കിത് യഥേഷ്ടം നടത്താൻ കഴിയാത്തത് കൊണ്ട്, ഈ വ്യവസായം നടത്താനുള്ള ഭൗതിക സാഹചര്യം ഗവൺമെൻറ് ഒരുക്കി തരാത്തത് കൊണ്ട് ഈ വ്യവസായം ഞങ്ങളിവിടെ അടച്ചു പൂട്ടുകയാണ്. അടച്ചു പൂട്ടുമ്പോൾ ഈ വ്യവസായം ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മാറ്റി സ്ഥാപിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിഹർ പോളിഫൈബറിൽ ഈ വ്യവസായം പുനഃസ്ഥാപിക്കുകയും അവിടെ 720 ടൺ പ്രൊഡക്ഷനാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ യന്ത്രസാമഗ്രികളെല്ലാം അവിടെ കൊണ്ട് റീ എറക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ മാവൂർ ഗാർഡൻസിലുണ്ടായിരുന്ന യന്ത്രോപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും ആ പ്രദേശം ഒരു ശ്മശാന ഭൂമിയായി കിടക്കുകയും ചെയ്തു. ഈ ഭൂമി 1957 ഗവൺമെൻറ്റിൽ നിന്ന് പൊന്നും വില നിശ്ചയിച്ചാണ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുക്കുന്ന സമയത്ത് ഇത് വ്യാവസായിക ആവശ്യത്തിനാണെന്നും ഈ വ്യവസായം നടത്തുന്നതിനുള്ള ഭൗതിക സാഹചര്യം ഗവൺമെൻറ് ഉറപ്പു നൽകാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വാങ്ങുന്നതും വ്യവസായം സ്ഥാപിക്കുന്നതും. എന്നാൽ ഘട്ടം ഘട്ടമായി ഗവൺമെൻറ് ഈ വ്യവസായം നിലനിർത്തുന്നതിന് ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെടുകയും വ്യവസായം സ്തംഭിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ ഭൂമി എന്തു ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കുന്നതും സർക്കാർ ചിന്തിക്കുന്നതും മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നതും. മാനേജ്മെൻറ്റിന് നഷ്ടപ്പെട്ട തുക തിരിച്ചു കൊടുത്ത് ഈ ഭൂമി മറ്റാർക്കെങ്കിലും ക്രയം ചെയ്ത് ഇവിടെ മറ്റ് വ്യവസായങ്ങൾ കൊണ്ടുവരണം, മാനേജ്മെൻറ്റിൻ്റെ വില കൊടുത്ത് മാനേജ്മെൻറ്റ് ഇവിടുന്ന് കെട്ടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം. മറ്റൊന്ന്, ഈ ഭൂമി വെറുതെ വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും വെള്ള തയ്യാറാവുകയില്ല. കാരണം പൊന്നും വില എന്ന് പറഞ്ഞാൽ അന്ന് സെൻറ്റിന് 200 റുപ്യ പ്രകാരമാണ് മാനേജ്മെൻറ്റ് ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അന്ന് ഒരു പവൻ്റെ മൂല്യം 40 രൂപ മാത്രമാണെന്ന് ഓർക്കണം. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 60,000 രൂപ വിലയുണ്ട്. ഈ സാഹചര്യത്തിൽ 5 പവൻ്റെ സ്വർണത്തിന് എന്ത് വില വരും? അത് ഈ ഭൂമിയുടെ മൂല്യമായി കണക്കാക്കുകയും ബെർളയ്ക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരെ ഇവിടുന്ന് ഒഴിവാക്കി ഇവിടെ മറ്റ് വ്യവസായങ്ങൾ കൊണ്ടുവരികയും വേണം. ഈ വ്യവസായം പൂട്ടിക്കുമ്പോൾ, സമരം ചെയ്യുമ്പോൾ പകരം വ്യവസായം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഇടതുപക്ഷം 5 വർഷം ശ്രീ എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രി ആയിട്ട് പോലും ഒരു വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മാത്രമല്ല
ഇവിടെ പല വ്യവസായങ്ങളും വരും എന്ന് ജനങ്ങളോട് പറയുന്നതല്ലാതെ ഒരു വ്യവസായവും കൊണ്ടുവരാൻ സർക്കാരിന് ഇച്ഛാശക്തിയില്ല എന്നുള്ളതാണ് സത്യം. മാനേജ്മെൻറ്റിൻ്റെ മുന്നോട്ട് വച്ചുള്ള ഡിമാൻഡുകൾ വളരെ ഗൗരവമുള്ളതാണ്. ഞങ്ങൾ എത്ര രൂപ മുടക്കി വ്യവസായം ചെയ്യണോ അത്രയും പണം മുടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ മുടക്ക് മുതലിൻ്റെ 70% ഗവൺമെൻറ് നൽകണമെന്നും ഘട്ടം ഘട്ടമായി ഞങ്ങൾ ഈ പണം തിരിച്ചടച്ചോളാമെന്നും അത് തടച്ചു കിട്ടുന്ന കാലം വരെ ഇവിടെ സമരങ്ങൾ ഉണ്ടാകരുതെന്നുമാണ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. മാനേജ്മെൻറ്റിന് സമരം കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന ഒരു വ്യവസായ യൂണിറ്റാണ് മാവൂർ ഗാർലൻസ്. തൊഴിലാളികൾക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാത്ത 60-ൽ ചില്ലുവാനും സമരങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ വലിയ സമരങ്ങൾ 12 എണ്ണമാണ് നടന്നത്. ഈ 12 സമരങ്ങളും ദയനീയ പരാജയമായിരുന്നു. ഒരു സമരവും വിജയിച്ചിട്ടില്ല. തൊഴിലാളികൾക്ക് ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഗണ്യമായി കുറയ്ക്കാനാണ് ഈ സമരങ്ങളെല്ലാം കളമൊരുക്കിയത്. അതേസമയത്ത് നേതാക്കന്മാർ തൊഴിലാളികളെ കൊണ്ട് പട്ടിണി ജാഥ നടപ്പിക്കുകയും പട്ടിണിക്കഞ്ഞി കുടിപ്പിക്കുകയും നാട് നീളെ പിരിവെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പട്ടിണി ജാഥ നടത്തി. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പട്ടിണി ജാഥ നടത്തിയതിൻ്റെ പേരിൽ അന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു, തൊഴിലാളികൾക്ക് എന്ത് കൊടുത്തു, ഇത്രയും നാൾ തൊഴിലാളികൾ എങ്ങനെ ജീവിച്ചു എന്ന് ചിന്തിക്കാൻ ഒരു മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരോ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. തൊഴിൽ നഷ്ടപ്പെടുന്നവൻ്റെ വേദന തൊഴിൽ നഷ്ടപ്പെടുന്നവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും കേരളത്തിൽ ഒരു വ്യവസായം പോലും വരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉദാഹരണത്തിന് ഉന്നത ടെക്സ്റ്റൈൽസ് ആയാലും കോമൺവെൽത്ത് ആയാലും പുനരൂർ പേപ്പർ മില്ലായാലും പെരുമ്പാവൂർ റയോൺസ് ആയാലും അങ്ങനെ നോക്കിയാൽ 52ഓളം വൻകിട കീഴ്ക്കിട വ്യവസായങ്ങളെ സമരങ്ങളുടെ തീച്ചൂളയിൽ കത്തിച്ച് കളഞ്ഞ ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ അടച്ചുപൂട്ടിയ പല വ്യവസായങ്ങളും പൂർവാധികം ശക്തിയായി കർണാടകത്തിലും തമിഴ്നാട്ടിലും മറ്റ് സ്ഥലങ്ങളിലും ഇന്നും പ്രവർത്തിക്കുന്നു. 3.5 വർഷത്തെ സമരം സമയത്ത് പൾപ്പിൻ്റെ ഡിമാൻഡ് കണക്കിലെടുത്തുകൊണ്ട് ഹരിയർ പോളിഫൈബറിലും നാഗ്ദയിലും നൈനിറ്റാളിലും ബിർള സ്ഥാപനങ്ങളിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മി നികത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ മാവൂർ ഗാർലൻസ് ഓടിയില്ലെങ്കിലും അവർക്ക് ലാഭകരമായി പൾപ്പ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസം മാനേജ്മെൻറ് ഉണ്ടായതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഭൂമി, റവന്യൂ ഭൂമി, ഫാക്ടറിക്ക് ആവശ്യമായ ഭൂമി നൽകാമെന്ന വ്യവസ്ഥയിൽ പാട്ടവ്യവസ്ഥയിൽ കൊടുത്ത ഭൂമിയെല്ലാം തന്നെ സർക്കാരിൻ്റെ മാറി വരുന്ന കാലഘട്ടത്തിൽ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും കയ്യേറ്റ കർഷകനും കുടിയേറ്റ കർഷകനും എല്ലാം കടന്നു കയറി ഈ വനഭൂമിയെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് വന്യജീവികളായ ആനയും കടുവയും പുലിയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇത് തടയണമെങ്കിൽ, ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ സാധാരണക്കാർക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 1/3 വനഭൂമിയായി തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. കാരണം വന്യമൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുപേക്ഷണീയമായ സ്ഥലം ലഭ്യമല്ലാത്തത് കൊണ്ടാണ്, കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്തത് കൊണ്ടാണ് അവർ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അവരുടെ ആവാസ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ് കർഷകർ അവിടെ കയറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ കർഷകരെ എന്തു ചെയ്യണമെന്നുള്ളതും കർഷകർക്ക് എങ്ങനെ സംരക്ഷണം നൽകണമെന്നുള്ളതും ഈ സർക്കാർ തന്നെ ചിന്തിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ ഭൂനയ ബില്ല് മൂലം തന്നെ കൃഷി അസ്തമിച്ചതാണ്. കാരണം കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം അല്ലെങ്കിൽ കർഷക തൊഴിലാളിക്ക് കൊടുക്കണമെന്ന മധുരോദാഹാരമായ മുദ്രാവാക്യം കൊണ്ട് കൃഷിഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ടവന് കൊടുത്തു എന്ന് പറയും. പക്ഷേ പാവപ്പെട്ടവർക്ക് കിട്ടിയില്ല. തന്മൂലം കൃഷിഭൂമികളെല്ലാം കഷണങ്ങളാവുകയും കൃഷിയുടെ സാമൂഹ്യ വ്യവസ്ഥിതി തകരുകയും കൃഷി അസ്തമിക്കുകയും ചെയ്തു. കേരളത്തിൽ കൃഷിയില്ല, വ്യവസായമില്ല, മറ്റ് തൊഴിലവസരങ്ങളില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ വരും തലമുറ എങ്ങനെ നിലനിൽക്കും?
അതും നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, വ്യവസായവും കൃഷിയും ഇല്ലാതെ ഒരു രാജ്യവും ഒരു ലോകത്തും നിലനിന്നിട്ടില്ല. ഇന്ന് നമ്മുടെ കേരളം പിടിച്ചു നിൽക്കുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന കുറച്ച് പണം കൊണ്ടാണ്. ആ പണം നിന്ന് കഴിഞ്ഞാൽ, ഗൾഫ് അസ്തമിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ളത് നാം ചിന്തിക്കണം. നാം നമ്മുടെ വരും തലമുറയെപ്പറ്റി ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ വ്യവസായങ്ങൾ വരണം, വ്യാവസായിക അന്തരീക്ഷം ഉരുത്തിരിയണം, കൃഷി ഉണ്ടാവണം. കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ ഒരുക്കി കൊടുക്കാൻ സർക്കാരും ഇവിടുത്തെ സാമൂഹ്യ സംഘടനകളും സമൂഹവും ഉയർന്നെഴുന്നേൽക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇത്രയും വരെ എൻ്റെ ആവശ്യം